ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടേക്കാരട്ടെ എന്നെ കാണുന്നുണ്ടാവുക. അപ്പൊ ഒന്നല്ലേ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പൊ കുറച്ച് കാലമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇപ്പൊ അങ്ങനെ ചെയ്യലില്ല കേട്ടോ. സെക്കൻഡ് ചാനലില്, ഫസ്റ്റ് ചാനലിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടാ. കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 90K ആവാനായി തുടങ്ങിയിരിക്കണ്. ഈ പ്ലേ ബട്ടൺ വാങ്ങണം എന്നാണ് ആഗ്രഹം എല്ലാവർക്കും അറിയാനും. പിന്നെ നമ്മള് സെമീറാന്റെ കഥ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണാക്കിനാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റോറി പകുതിയായപ്പോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോടൊക്കെ നിങ്ങളെ അറിഞ്ഞിക്കണോന്ന് അറിയില്ല. ചില ആൾക്കാർ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം, കാരണം ഞാൻ അതൊരു വ്ളോഗ് രീതിയിൽ എടുത്തിട്ട് അതിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ പറയാ, എന്റെ നാത്തൂന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞങ്ങളെ കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യമായിരുന്നു. കാരണം ബിൽഡിങ്ങിന്റെ മുകളില് പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ബിൽഡിങ്ങിന്റെ മുകളില് പണിയെടുക്കുകയായിരുന്നു. അപ്പൊ ആ ടൈമില് 3-ാം നിലയെന്നോ 4-ാം നിലയെന്നോ ആണ് ആള് വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. ഞാൻ നാത്തൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓലോട് ആരോടും. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഈ പറഞ്ഞോ കുഴപ്പമില്ല, എന്നായാലും ആൾക്കാർ അറിയേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി ഞങ്ങളെ കുടുംബത്തില്. അത് പെട്ടെന്ന് ഉണ്ടായ ഒരു മരണം കേട്ടോ. പിന്നെ ഞാൻ ആ കഥ ഞാൻ ഇടണം വിചാരിച്ച് ഞാൻ എടുത്തപ്പോ എനിക്കെന്തോ ആ ഒരു കഥ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാല് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയൂലല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മോൻ അതിന്റെ ഇടയിൽ വന്നിട്ട് അപ്പൊ സംസാരിച്ചപ്പോ കാരണം ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പിന്നെ തോന്നിയില്ല കേട്ടോ. ആ കഥ ഒക്കെ ഞാന് സത്യം പറഞ്ഞാലേ, ഞാൻ ഒരു കഥ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് അത് ഇന്ന രീതിയിൽ കൊണ്ടുപോകണം അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇടയില് ഓരോ എപ്പിസോഡൊക്കെ. അല്ലാതെ ഞാൻ അങ്ങനെ എഴുതി വെക്കേ അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. ഒരു കഥ മനസ്സിൽ കാണും, ഇന്ന രീതിയിൽ കൊണ്ടുപോവാ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല. പക്ഷെ ആ ടൈം ആയപ്പോ എനിക്ക് എന്തോ മനസ്സിൽ നിന്നൊക്കെ എന്റെ കഥ ഒക്കെ പോയി. അങ്ങനെ പോയപ്പോ ആ കഥ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ മഹർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. മഹറും തന്നെ ഇതുപോലെ ഫസ്റ്റ് ചാനലിൽ വീഡിയോ കയറാതായപ്പോ ഞാന് സെക്കൻഡ് ചാനലിലത്തെ മഹർ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഒരു 10-12 എപ്പിസോഡ് വരെ ഞാൻ അതില് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതില് ഇതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വീഡിയോസ് ഒക്കെ കേരളമൊക്കെ തുടങ്ങി. അതിന്റെ ഇടയിലാണ് ഫോണ് കംപ്ലൈന്റ് ആയി. സെക്കൻഡ് ചാനലിൽ വീഡിയോ എടുത്തിരുന്ന ഫോണ് കംപ്ലൈന്റ് ആയി. എനിക്ക് ഒറ്റക്കായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്താ വെച്ചാല് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യല് കേട്ടോ. അപ്പൊ അതില് ഇങ്ങനെ ലൈറ്റിംഗ് ഉണ്ടല്ലോ, നമ്മള് വീഡിയോ അവിടെ വെച്ച് ട്രൈപോഡ് അവിടെ വെച്ചിങ്ങാണ്ട് നമ്മള് സംസാരിക്കുക. അപ്പൊ ഈ ലൈറ്റിംഗ് ഇങ്ങനെ പോവുക. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വരാൻ സമയം ഒരുപാടായപ്പോ ഞാന് അതവിടെ സ്റ്റോപ്പാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു വ്ളോഗ് എന്തെങ്കിലുമൊക്കെ ഞാൻ മെയിൻ ചാനലിൽ ഇടുന്ന സമയത്ത്, മെയിൻ ചാനലിലത്തെ ഫോണിലാണ് ഞാൻ പിന്നെ വ്ളോഗൊക്കെ ഞാൻ ചെയ്യൽ തുടങ്ങി കേട്ടോ. അപ്പൊ അതൊന്നും അത്രക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം ഞാൻ സ്കിറ്റ് ആണല്ലോ, ആദ്യം മുതലേ ഞാൻ സ്കിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊക്കെ എന്നെ പരിചയമുള്ളത്. അപ്പൊ സ്കിറ്റ് ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് ഒരു വ്ളോഗ് ചെയ്യുമ്പോ ആർക്കായാലും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടലില്ല. ഇൻഷാ അല്ലാഹ് ഒരു പുതിയ കഥ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള, സെമീറ കംപ്ലീറ്റ് ചെയ്ത പോലെ അത് എങ്ങനെയെങ്കിലൊക്കെ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം നല്ല ഉണ്ട്. അപ്പൊ അത് പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറെ പേര് എന്താ പറയാ ബാഡ് കമന്റ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെ മെയിൻറ്റ് ചെയ്യലില്ല. എല്ലാരും കമന്റ് ഇടാൻ മറക്കരുത്. ബാഡ് കമന്റ് ആണ് വിചാരിച്ചിട്ട് ആരും ഇടാതിരിക്കും ചെയ്യരുത് കേട്ടോ. ബാഡ് കമന്റ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടോളുണ്ട്. പിന്നെ എന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ. ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ കുറെ ആൾ സംസാരിച്ചില്ലേ. അപ്പൊ എല്ലാരും എന്തായാലും സപ്പോർട്ട് ചെയ്യാ. ഒരു 90K ആവാനായി തുടങ്ങിയിട്ടുണ്ട് മാഷാ അല്ലാഹ്. ഇപ്പൊ 1.5 വർഷമായി ചാനലൊക്കെ തുടങ്ങിയിട്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇടക്കൊക്കെ ഇപ്പൊ ഞാന്
രണ്ടു ദിവസം മുന്നേ ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതില് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു നാത്തൂന്റെ ഹസ്ബൻഡ് മരിച്ചതിന്റെ ശേഷം എല്ലാത്തിനോട് ഒഴിഞ്ഞ് വിട്ടുമാറി നിന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒക്കെ ഇനി വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യണം. ഇപ്പൊ ഫോണ് റെഡി ആയിട്ടോ, പുതിയ ഫോണൊക്കെ വാങ്ങി സെക്കൻഡ് ചാനലിലേക്ക് ആക്കി. ഇൻഷാ അല്ലാഹ് ഇനി ഞാന് പുതിയൊരു കഥ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, അതിന്റെ പ്രൊമോ വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവുന്ന് വിചാരിക്കണ്. നമ്മുടെ സെമീറാക്ക് കിട്ടിയ അതേ സപ്പോർട്ട് തന്നെ ഇതിനും കിട്ടണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കരുത്. ഒരു അത്യാവശ്യം ലൈറ്റിംഗ് സ്ഥലം വിചാരിച്ചിട്ടൂടെ നിന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കണ്. സെമീറാന്റെ പോലെ തന്നെ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ എല്ലാരോടും അസ്സലാമു അലൈക്കും.